കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 7-ന് വിധിക്കും. ഒക്ടോബർ 3-നായിരുന്നു കൊലപാതകം. ക്ഷേത്രത്തിനു സമീപം ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കണ്ണപുരം ചുണ്ടയിൽ BJP DYFI പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കൊലപാതകം നടന്നതിന്റെ തലേദിവസം ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. തച്ചൻകണ്ടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് റിജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമത്തിൽ റിജിത്തിനൊപ്പമുണ്ടായിരുന്ന 3 DYFI പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു. BJP RSS പ്രവർത്തകരായ സുധാകരൻ, ജയേഷ്, ശ്രീകാന്ത്, അജീന്ദ്രൻ, അനിൽകുമാർ, രഞ്ജിത്ത്, രാജേഷ്, ശ്രീജിത്ത് ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. കേസിലെ 3-ാം പ്രതി അജേഷ് വിചാരണ നടക്കുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 4-ാം സാക്ഷിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റിജിത്തിന്റെ അമ്മയും സഹോദരിയും. ഇത്രയും കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. 3 മാസമായി ശിക്ഷ വിധിക്കാൻ. അതിനു വേണ്ടി കാത്തിരുന്നാള് 17 കൊല്ലമായി ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ തനിച്ച വിധി കേട്ട സന്തോഷമുണ്ട്. ഇത് കേൾക്കാൻ എൻ്റെ അച്ഛനില്ലാതെ പോയി. അച്ഛൻ 17 കൊല്ലം കാത്തിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പാർട്ടി എല്ലാവരും നമ്മളെപ്പോഴും ഉണ്ടെന്ന് ഇത്രയും നമുക്ക് പറയാനുണ്ട്. കേസിൽ ഈ മാസം 7-ന് കോടതി ശിക്ഷ വിധിക്കും. 24 കണ്ണൂർ.